ഞാനുണ്ടല്ലോ എൻ്റെ ലൈഫിൽ പ്രസൻറ്റിനേക്കാൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വീക്ക് പോയിന്റും അത് തന്നെയാണ്. പാസ്റ്റിലെ നഷ്ടങ്ങളും വേദനകളും അതുപോലെ തന്നെ ഫ്യൂച്ചറിനോടുള്ള പേടിയും, ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ നമുക്കൊരു പ്രസൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. നമ്മളെ ഓർമ്മകളെയൊക്കെ വിട്ട് കളയുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമുക്ക് മുന്നിലുള്ളത് സ്വപ്നങ്ങൾ മാത്രമാണ്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളെ കയ്യിലാകുള്ളത് ഈ പ്രസൻ്റാണ്. അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്, അതിലെ സമയങ്ങളാണ്. അത് നമ്മൾ മാക്സിമം നമുക്ക് വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ഇന്ന് വരെ എന്ത് ചെയ്തു എന്നല്ല, നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യണം എന്നായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മളെ ഫ്യൂച്ചർ എങ്ങനെ വരിക എന്ന് നമുക്ക് ഭയങ്കരമായിട്ടൊന്നും നിർണ്ണയിക്കാൻ കഴിയുണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റിസൾട്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പുതിയ വർഷത്തിലേക്കുള്ള ഈ പുതിയ ദിവസങ്ങൾ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പാസ്റ്റിൽ സ്റ്റക്കാവാതെ, ഫ്യൂച്ചറിനെ പറ്റി ഭയപ്പെടാതെ, പ്രസൻറ്റിനെ നന്നായി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.